ഹലോ അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്, വെൽക്കം ടു മസിയാമീസ് വ്ലോഗ്. ഇന്ന് ഞാൻ ഷെയർ ആക്കുന്നത് ഫിഷ് ബിരിയാണി റെസിപ്പിയാണ്. വളരെ ഈസിയായി നല്ല നാടൻ സ്റ്റൈലിൽ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഫിഷ് ബിരിയാണിയാണ് കാണിക്കുന്നത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ വീഡിയോ ഫുള്ളായിട്ട് കണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഫിഷ് ബിരിയാണി ഉണ്ടാക്കുന്നതിന് വേണ്ടി 1 കിലോ നെയ്മീനാണ് എടുത്തിരിക്കുന്നത്. ഫിഷ് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടി ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. മാരിനേഷന് വേണ്ടി 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ എന്നിവ ഒരു പ്ലേറ്റിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 ടേബിൾ സ്പൂൺ വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. നല്ല തിക്ക് പേസ്റ്റ് ആയിട്ട് തന്നെ എടുക്കണം കേട്ടോ. നന്നായി ക്ലീൻ ചെയ്തെടുത്ത ഓരോ ഫിഷിലേക്കും ഇതുപോലെ നന്നായിട്ട് മസാല ഒന്ന് തേച്ച് പിടിപ്പിക്കാം. ഇങ്ങനെ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ച ശേഷം ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. റൈസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി 3 കപ്പ് ബസുമതി റൈസാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു 30 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം. റൈസ് കുക്ക് ചെയ്തെടുക്കുന്നതിന് വേണ്ടി 3 ലിറ്റർ വെള്ളം ബോയിൽ ചെയ്യാൻ വയ്ക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 4 ഗ്രാമ്പൂ, 4 ഏലക്ക, 2 ബേ ലീഫ്, 1 കഷ്ണം പട്ട എന്നിവ ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം നന്നായി ബോയിലായി വരുമ്പോൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ഡ്രെയിൻ ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ബസുമതി റൈസ് 80% കുക്കായി കഴിയുമ്പോൾ വെള്ളത്തിൽ നിന്നും ഡ്രെയിൻ ചെയ്ത് മാറ്റാം. ഇനി ഫിഷ് ഫ്രൈ ചെയ്തെടുക്കണം. ഫിഷ് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടി ഒരു അയൺ പാൻ ഹീറ്റ് ചെയ്ത് അതിലേക്ക് 5 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ 2-3 ബാച്ചായി മുഴുവൻ മീനും ഫ്രൈ ചെയ്തെടുക്കണം.
ഫിഷ് മുഴുവനും ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ 4 സവാള ഫൈനായിട്ട് സ്ലൈസ് ചെയ്തത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സവാള നന്നായിട്ട് മൂത്ത് ഒരു ഗോൾഡൻ കളർ ആവാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 2 പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. എരിവ് അധികം വേണ്ടവർക്ക് 3-4 പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഹാഫ് ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പൊടിയുടെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ ഇതിലേക്ക് 2 ടൊമാറ്റോ ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ജാതിക്ക സീഡാണ് കേട്ടോ. ഇതിൻ്റെ ഒരു 1/4 ഭാഗം പൊടിച്ച് ഈ മസാലയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. തക്കാളി നന്നായി കുക്കായി കിട്ടുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഗ്രേവി ദം ചെയ്യുന്നതിന് വേണ്ടി ബിരിയാണി പോട്ടിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഗ്രേവിയുടെ മുകളിലായി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ഓരോന്നായി നിരത്തി വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കൊറിയൻഡർ ലീവ്സും മിൻറ്റ് ലീവ്സും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഫിഷിന് മുകളിലായിട്ട് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ഇതുപോലെ നിരത്തി കൊടുക്കാം. ഇനി ബിരിയാണി ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടി ഒരു സവാള ഫൈനായിട്ട് സ്ലൈസ് ചെയ്ത് നെയ്യിലൊന്ന് പൊരിച്ചെടുക്കണം. ഇതുപോലെ തന്നെ കുറച്ച് കാഷ്യൂസും കിസ്മിസും ഫ്രൈ ചെയ്തെടുക്കണം. ഇതിൻ്റെ കൂടെ
കുറച്ച് മിൻറ്റ് ലീവ്സും കൊറിയൻഡർ ലീവ്സും ചോപ്പ് ചെയ്തത് കൂടി ചേർത്ത് ബിരിയാണിയുടെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി കുറച്ച് യെല്ലോ ഫുഡ് കളറ് ലെമൺ ജ്യൂസിൽ മിക്സ് ചെയ്തെടുത്ത മിശ്രിതം ഇതിൻ്റെ മുകളിൽ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ലിഡിന് ഹോൾ ഉണ്ടെങ്കിൽ അതൊന്ന് അടച്ചു വെച്ച് ഇതുപോലെ ലിഡ് ക്ലോസ് ചെയ്ത് 20 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ബിരിയാണി നമുക്ക് ദം ചെയ്തെടുക്കാം. വളരെ ഈസിയും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഫിഷ് ബിരിയാണി റെഡിയായി കഴിഞ്ഞു. ഇത് ചൂടോടെ സെർവ് ചെയ്യാം. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണം. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.